ഹായ് ഫ്രണ്ട്സ്, കർമ്മയാണ് എല്ലാത്തിലും വലുത്. അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു നിമിഷം കൊണ്ടെടുക്കുന്ന വൈകാരികമായ തീരുമാനങ്ങൾ പിന്നീട് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരുത്തിവെച്ചേക്കാം. നമ്മുടെ അവസരങ്ങൾ നമ്മളാണ് തിരിഞ്ഞു കണ്ടെത്തേണ്ടത്. ക്ഷമയില്ലാത്തവർ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ട് കണ്ടുപിടിക്കും. എന്നാൽ പരിശ്രമശാലി ഏത് പ്രതികൂലാവസ്ഥയിലും അവസരം കണ്ടെത്തും. പണം കണ്ടുവരുന്ന സ്നേഹത്തിന് വില വേഗം കുറഞ്ഞു പോകും. മുഖം നോക്കി വരുന്ന സ്നേഹത്തിന് ഭംഗി വേഗം കുറഞ്ഞു പോകും. പക്ഷേ മനസ്സ് നോക്കി വരുന്ന സ്നേഹം മാത്രം മരിക്കുവോളം മാഞ്ഞു പോകില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സാധാരണയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ മനസ്സ് തളരാതെ നോക്കുക. അനുഭവങ്ങൾ നമ്മെ കരുത്തുറ്റവരും കുറ്റപ്പെടുത്തലുകളിൽ ശക്തരുമാക്കുമെന്നത് ഓർക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവരോട് കരുണ കാണിക്കാൻ മടിക്കരുത്. വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. എപ്പോഴും നിങ്ങളെ ഓർക്കുന്നവരെ മറക്കരുത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റം കണ്ടെത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നവരെ തിരുത്താൻ നോക്കരുത്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർ നിങ്ങളിൽ നിന്നും അകലാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതു കാര്യവും തുടക്കത്തിൽ അത്ര എളുപ്പമായിരിക്കില്ല. ആത്മാർത്ഥമായ പരിശ്രമം നമുക്ക് വിജയം നൽകുക തന്നെ ചെയ്യും. ഏറ്റവും വലിയ സമ്പത്ത് ജ്ഞാനവും ഏറ്റവും ശക്തമായ ആയുധം ക്ഷമയുമാണ്. ഏറ്റവും നല്ല സുരക്ഷ വിശ്വാസവും ഏറ്റവും ഫലപ്രദമായ ഔഷധം പുഞ്ചിരിയുമാണ്. ജീവിതം പക വീട്ടാനുള്ളതല്ല, പൊറുക്കാനും പൊരുത്തപ്പെടാനുമുള്ളതാണ്. പക മനസ്സിൽ കൊണ്ടു നടന്നാൽ നമ്മുടെ മനസ്സും ശരീരവും നശിക്കുന്നതാണ്. മാറ്റങ്ങൾ ചിലപ്പോൾ വേദനകൾ സമ്മാനിച്ചേക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ അത് അനിവാര്യവുമാണ്. സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് എല്ലാം നേടാൻ കഴിയും. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാനും പാടില്ല. നിങ്ങളെ 2 തവണയിലധികം നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. മഴ എത്ര പെയ്തിട്ടും നനയാതെ നിൽക്കുന്ന ചേമ്പില പോലെയാണ് ചിലർ. നമ്മൾ എത്ര സ്നേഹിച്ചാലും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നവർ. സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെയാണ്. അതിനൊരിക്കലും പറന്നുയരാൻ സാധിക്കില്ല. ശ്രമിക്കുന്നതിലൂടെയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെയും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതൊരു ഗുണവും നൽകിയിട്ടില്ലെങ്കിലും അതിനാൽ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ ശത്രുവിനെക്കുറിച്ച് ഒരു തവണയും നിങ്ങളുടെ സുഹൃത്തിനെക്കുറിച്ച് 1000 തവണയും പഠിക്കുക. സ്വർഗത്തിൽ വിലയേറിയത് എന്തു തന്നെയായാലും ഉണർന്നിരിക്കുന്നവരോട് താരതമ്യപ്പെടുത്താവുന്ന മറ്റൊന്നില്ല. അന്യന്റെ ദോഷം എളുപ്പത്തിൽ കണ്ടെത്താം, അവനവന്റെ ദോഷം കണ്ടെത്താനാണ് ബുദ്ധിമുട്ട്. നിങ്ങളുടെ വാക്കുകളാണ് ഉച്ചത്തിൽ കേൾക്കേണ്ടത്, ശബ്ദമല്ല. പൂക്കൾ പൂക്കുന്നതിന് മഴയാണ് കാരണം, ഇടിമിന്നലല്ല. ഹൃദയത്തെ മറച്ചിരിക്കുന്ന മൂടുപടം മാറ്റുക. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് കണ്ടെത്താനാകും. ഒരു വലിയ വൃക്ഷം ജനിക്കുന്നത് ചെറിയ വിത്തിൽ നിന്നുമാണ്. പ്രതിഫലം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നന്ദിയെങ്കിലും ശീലമാക്കുക. സ്വന്തം സഹോദരനു വേണ്ടി കുഴി കുഴിക്കുന്നവൻ അതിൽ താൻ തന്നെ വീഴുന്നു. താൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് വേണ്ടത്. നിങ്ങൾ ചിരിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ചിരിക്കുന്നു. നിങ്ങൾ കരയുമ്പോൾ ഒറ്റയ്ക്ക് മാത്രമായിരിക്കും കരയുക. ജീവിതം എന്നത് അസംഖ്യ വികാരങ്ങളുടെ മിശ്രിതമാണ്.
അതിൽ സന്തോഷവും സങ്കടവും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സന്തോഷം എല്ലായ്പ്പോഴും സങ്കടത്തെ മറികടക്കുന്നു. Thank you for watching. Please support and subscribe.